വെൽക്കം ടു മൈ ചാനൽ. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 3-ാമത്തെ ചാപ്റ്ററാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും. ഈ ചാപ്റ്ററിലെ മലയാള മീഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്? ആൻസർ: പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, സ്വാതന്ത്ര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. വിലയിരുത്തുക. ഫസ്റ്റ് പോയിന്റ്: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് സഹായകമായി. അടുത്ത പോയിന്റ്: 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്താൻ സഹായകമായി. അടുത്ത പോയിന്റ്: വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതു മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അടുത്ത പോയിന്റ്: ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. അടുത്ത പോയിന്റ്: ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായിരിക്കേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തുക. ആൻസർ: വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹിക നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം, നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്ന് ഉറപ്പുവരുത്തുക, സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനം, എല്ലാ പൗരന്മാരുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ആൻസർ: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം? ആൻസർ: 1885. അടുത്ത ക്വസ്റ്റ്യൻ: വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപീകൃതമായ പ്രാദേശിക സംഘടനകൾ ഏതെല്ലാം? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്തായിരുന്നു? ആൻസർ: ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ: 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ: 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ: 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ദൗത്യ സംഘം ഏത്? ഉത്തരം: ക്യാബിനറ്റ് മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ്? 1949 നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ B.R. അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ: നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? ആൻസർ: ഡോക്ടർ B.R. അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26 അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26.
അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഭരണഘടന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ഭാഗങ്ങളും അനുച്ഛേദങ്ങളും പട്ടികകളും ഉണ്ടായിരുന്നു? ഉത്തരം 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഉത്തരം പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അടുത്തത് മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. അടുത്തത് മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. അടുത്ത പോയിന്റ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അടുത്തത് നിയമവാഴ്ച. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. അടുത്ത പോയിന്റ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിലും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സമ്പ്രദായം. അടുത്ത ആൻസർ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം. അടുത്ത പോയിന്റാണ് ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അവയിൽ ശരിയായവയ്ക്ക് നേരെ ടിക്കും അല്ലാത്തവയ്ക്ക് നേരെ റോങ്ങും വരയ്ക്കാനാണ്. ഇത് 2 സിമ്പലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. അത് എന്താണ്? റോങ് ആണ്, തെറ്റായ ആൻസറാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. അതെന്താണ്? ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അതെന്താണ്? ശരിയായ പോയിന്റാണ്. ആരും നിയമത്തിന് അതീതരല്ല. അതും ശരിയായ പോയിന്റാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വവും കൂടി ഉണ്ടാവും. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികൾ. അത് ശരിയായ ആൻസറാണ്. അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. അതെന്താണ്? ശരിയായ പോയിന്റാണ്. നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആർക്കും നിയന്ത്രണമില്ല. അതെന്താണ്? തെറ്റായ പോയിന്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഡാഷ്. ഉത്തരം ഭരണഘടന. കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങൾ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തുക. പാഠപുസ്തക പേജ് നമ്പർ 46 കിടപ്പുണ്ട് ആ കൊളാഷ്. ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ നിയമത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഉത്തരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. അതായത് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 എന്നാണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CWPO എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിലെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോസ്കോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കടുത്ത ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നു, നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു, സ്വേച്ഛാധിപത്യത്തിനും അധികാര നിർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ ധർമ്മങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി റിപ്പബ്ലിക് ദിന റാലിക്കുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. ഭരണഘടന പൗരാകാശത്തിനെ കാവലാൾ, ഭരണഘടന അധികാര ദുർവിനിയോഗം തടയുന്ന കവചം, ഞങ്ങൾ ജനങ്ങൾ, ഭരണഘടനയുടെ കാവൽക്കാർ, നിയമത്തിന് മുന്നിൽ തുല്യത, വിവേചനങ്ങളില്ല, മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം. ചിത്രം പരിശോധിച്ച് താഴെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. പാഠപുസ്തക പേജ് 50. 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തു? ഉത്തരം മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്ത്? ഏത് വർഷം?
ഭേദഗതി 1 1951 പട്ടികളുടെ എണ്ണം 9 മാറി. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നിരുന്നു? 1978 വരെയാണ് നിലനിന്നിരുന്നത്. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ എന്നു മുതൽ? അതെ, മൗലികാവകാശമാണ്. 2002 മുതൽ വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമായി മാറി. അടുത്ത ക്വസ്റ്റ്യൻ, ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? 106 തവണയാണ്. എന്താണ് ഭരണഘടനാ ഭേദഗതി? മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അധികാരം? ഉത്തരം, 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിലാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടുത്തി ഒരു ടൈം ലൈൻ തയ്യാറാക്കുക. ഭേദഗതി 1 1951 പട്ടികളുടെ എണ്ണം 9. ഭേദഗതി 42 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഭേദഗതി 44 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി. ഭേദഗതി 73 74 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം. ഭേദഗതി 86 2002 വിദ്യാഭ്യാസം മൗലികാവകാശമായി. ഭേദഗതി 101 2016 ചരക്ക് സേവന നികുതി GST. ഭേദഗതി 106 2023 വനിതാ സംവരണ ബിൽ. മുകളിൽ നൽകിയ വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം, സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ, മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല, ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. ഇതൊക്കെയാണ് ആ വാർത്താ തലക്കെട്ടുകൾ. ഇതിൻ്റെ ഉത്തരമാണ്, നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാകാം ഇതിൻ്റെ കാരണങ്ങൾ?